ഇസ്ലാം, മാനവികം, ആ രണ്ട് പദങ്ങൾ പൂർണ്ണമായ പര്യായ പദങ്ങളാണ്. ഇസ്ലാമിക ദർശനപ്രകാരം വലക്കത് കറംനാ ബനി ആദം എന്നാണ്. ദൈവം മനുഷ്യനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഖുർആൻ്റെ തന്നെ ഭാഷ്യം. അതിന് ഡാമേജ് ഉണ്ടാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇസ്ലാം നിരാകരിക്കുന്നു. അതിന് പവർ കൂട്ടുന്ന, ക്വാളിറ്റി ഉണ്ടാക്കുന്ന, അതിനാവശ്യമായ ടൂളുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ ഇസ്ലാം നിഷ്കർഷിക്കുകയും ചെയ്യുന്നു. അതിനാണ് ലോ ഓഫ് ശരീഅ എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഏതെടുത്ത് പരിശോധിച്ച് നോക്കിയാലും മനുഷ്യത്വത്തെ, മാനവിക പുരോഗതിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളായിരിക്കും. ആ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നിഷിദ്ധമായിരിക്കും ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം. നിർവചനപ്രകാരം പറയുകയാണെങ്കിൽ തന്നെ ഇസ്ലാം വദഉൻ ഇലാഹിയുൻ സായിഖുൽ ദവിൽ ഉഖൂലി ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ് ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്. മനുഷ്യന് വ്യക്തിപരവും സാമൂഹികവുമായ എല്ലാ നിലക്കുള്ള പുരോഗതിയും ലഭ്യമാക്കി കൊടുക്കുന്ന ദൈവിക വ്യവസ്ഥിതി എന്നാണ് ഇസ്ലാമിനെ തന്നെ പരിചയപ്പെടുത്തപ്പെടുന്നത്. ഇസ്ലാമിക ദർശനപ്രകാരം പ്രപഞ്ചത്തിലെ അനേകായിരം സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും അഗ്രസരനും കേന്ദ്രബിന്ദുവും അത് മനുഷ്യനാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കാണാൻ, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅൻ. മനുഷ്യോന്നതിക്ക് വേണ്ടിയാണ് ഭൂമി ലോകത്ത് സകലതും ദൈവം സംവിധാനിച്ചത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. ആയതിനാൽ ശരീഅ ലോയുടെ മൂലപ്രമാണമായ വിശുദ്ധ ഖുർആൻ, അതിൻ്റെ വ്യാഖ്യാനമായ തിരുവചനങ്ങളുടെ മുഖ്യ പ്രമേയം എവിടെ നോക്കിയാലും മനുഷ്യനായിരിക്കും. മനുഷ്യൻ്റെ നാനോന്മുഖ പുരോഗതി എങ്ങനെയൊക്കെ സാധ്യമാക്കാം എന്നതാണ് അവിടുത്തെ ചർച്ച. അവിടെ 4 ശുദ്ധികൾ ഖുർആൻ അല്ലെങ്കിൽ ശരീഅത്ത് പ്രകാരം നിഷ്കർഷിക്കുന്നത് കാണാം. ഒന്ന് വിശ്വാസശുദ്ധിയാണ്, മറ്റൊന്ന് കർമ്മശുദ്ധിയാണ്, അതോടൊപ്പം സാമ്പത്തിക ശുദ്ധി, ലൈംഗിക ശുദ്ധി, സ്വഭാവശുദ്ധി, ഇങ്ങനെയുള്ള ശുദ്ധികളെ ഇസ്ലാം നിഷ്കർഷിക്കുന്നത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. ഹലാൽ ഹറാം എന്ന് പറയുന്ന പ്രയോഗം വരുന്നത് തന്നെ അങ്ങനെയാണ്. ശരീഅത്തിൽ ഇസ്ലാമിക ലോ പ്രകാരം ഹിതം അഹിതം അഥവാ ഹലാൽ ഹറാം ഉടലെടുക്കുന്നതും ഈ ഒരു ആംഗിളിലൂടെയാണ് നാം നോക്കി കാണേണ്ടത്. മാനവികതയെ തകർക്കുന്നതും അതിന് പരിക്കേൽപ്പിക്കുന്നതൊക്കെയും ഹറാം, നിഷിദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. അനുഗുണമായതൊക്കെ ഹലാൽ, അനുവദനീയം എന്ന് പറയുന്നു. ഇസ്ലാമിക ശരീഅ നിയമങ്ങളുടെ ആകത്തുക 5 ഉദ്ദേശ്യങ്ങളുണ്ട് പടച്ചതമ്പുരാൻ. മഖാസിദു ശരീഅ എന്നാണ് സാങ്കേതികമായി അത് നമ്മൾ പറയുക. ഇസ്ലാമിക ശരീഅത്തിൻ്റെ എ മുതൽ Z വരെ നിയമങ്ങൾ എടുത്താൽ ഈ 5 ആവശ്യങ്ങൾ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അതിലൊന്ന് നമ്പർ 1 ഹിഫ്ളുൻ നഫ്സ്, മനുഷ്യൻ്റെ ജീവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് 1-2 ഉദാഹരണങ്ങൾ ഞാൻ അതിന് പറയും. അത് രണ്ടാമത്തത് ഹിഫ്ളുൽ അഖിൽ, ദിശണ, മനുഷ്യേതര ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യതിരക്തനാക്കുന്നത് ദിശണയാണ്. മനുഷ്യൻ്റെ കാര്യങ്ങൾ ചിന്തിച്ച് പഠനം നടത്തി പുരോഗതി ഉണ്ടാക്കാൻ ആവശ്യമായ ദിശണ മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതിൻ്റെ സംരക്ഷണമാണ് ശരീഅ ലോയിൽ മറ്റൊരു ഭാഗമുണ്ടാവുക. ഹിഫ്ളുൽ മാൽ, മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളുണ്ട്. അവൻ്റെ വിശപ്പ് മാറണം, മാന്യമായ വസ്ത്രം വേണം, താമസിക്കാൻ പുരയിടം വേണം, സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ വേണം. ഇതിനാവശ്യമായത് പണമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ശരീഅത്തിൻ്റെ മറ്റൊരു ഭാഗം പണവുമായി ബന്ധപ്പെട്ട്, ഇടപാടുകളുമായി ബന്ധപ്പെട്ട്, ഇൻകം സോഴ്സ്, അതുപോലെ തന്നെ അതിനെ എങ്ങനെ വ്യയം ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ അവിടെ പണത്തിന് സംരക്ഷണം നൽകുന്ന നിയമങ്ങളുണ്ടാകും. അതുപോലെ ഹിഫ്ളുൻ നസ്ൽ, ഇവിടെ തലമുറകൾ അത് പ്രൊഡക്റ്റ് നടന്നുകൊണ്ടിരിക്കണം, മനുഷ്യ സമൂഹം ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കണം. ഈ കമ്പനി പൂട്ടിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തലമുറയെ എങ്ങനെ സംരക്ഷിക്കണം നിയമങ്ങൾ വരുമ്പോഴാണ്
അവിടെ LGBT പോലുള്ള എതിർലിംഗവുമായിട്ടുള്ള ഹിതകമായ ലൈംഗിക വേഴ്ച, അവിടെ ലൈംഗിക ശുദ്ധി സംസാരിക്കുമ്പോൾ അത് വരും. അത്തരം വിഷയങ്ങൾക്ക് കർശനമായ നിയമം വരുന്നത് തന്നെ ഹിഫ്ളുൻ നസ്ൽ, ഈ തലമുറയെ ഇവിടെ സംരക്ഷിക്കണം. മനുഷ്യത്വത്തെ, മനുഷ്യവിഭാഗം അവർ നാമാവശേഷമായി പോകാൻ പാടില്ല. ഇതാണ് 4ാമത്തെ ഉദ്ദേശ്യം. 5ാമത്തത് ഇതിൻ്റെ ആകത്തുക ഹിഫ്ളുദ്ദീൻ, നിയമങ്ങളുടെ സംരക്ഷണമാണ്. നിയമങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതൊന്നും ഓർഡറിൽ ഉണ്ടാവില്ല, ഒക്കെ ഡിസോർഡറായി പോകും. അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ മനുഷ്യന് സുഖമായി ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഈ 5 ഉദ്ദേശ്യങ്ങൾ ആണ് ഇസ്ലാം എന്ന് പറയുന്ന അതിൻ്റെ നിയമങ്ങളുടെ പിന്നിലുള്ള മുഖ്യ രഹസ്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്പർ 1 ഹിഫ്ളുൻ നഫ്സ്, മനുഷ്യ ജീവന് ഇസ്ലാം കൊടുക്കുന്ന വിലയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ. ഒരു മനുഷ്യനെ അകാരണമായി ഒരാൾ അപായപ്പെടുത്തിയാൽ, ഒരു മനുഷ്യ ജീവനെ അപായപ്പെടുത്തിയാൽ ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ, മനുഷ്യകുലത്തെ മുഴുവനും, മാനവനെ ലോകത്തെ മുഴുവനും നശിപ്പിച്ചതിൻ്റെ ശിക്ഷയാണ് അവന് ലഭിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ. വിപരീതമായി പറയുന്നു, വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യൻ നാസ ജമീഅ. ഒരു മനുഷ്യ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടി വല്ലവനും അധ്വാനിച്ചാൽ മാനവ ലോകത്തെ മുഴുവനും അവൻ ജീവിപ്പിച്ചതിന് തുല്യമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ, മതത്തിൻ്റെ ലക്ഷ്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മതം അത് മനുഷ്യത്വത്തിന് എതിരാണ്, മതനിയമങ്ങൾ മനുഷ്യ പുരോഗതിക്ക് തടസ്സമാണ് എന്ന് പറയുന്ന യുക്തിചിന്തകർ, സ്വതന്ത്രവാദികൾ, അവരുടെ ഈ വിഷയമായിട്ടുള്ള നിലപാട് എന്താണ് എല്ലാവർക്കും അറിയാം. ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറയുന്നു. യുക്തിവാദികൾ അവരുടെ ബെസ്റ്റ് ലീഡർ എന്ന് അവകാശപ്പെടുന്ന പീറ്റർ സിംഗർ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അതുപോലുള്ള യുക്തിവാദികളൊക്കെ ചിന്തകൾ ഞാൻ ഒരു 1999 നവംബർ 6 ദി ഗാർഡിയൻ പത്രത്തിൽ വന്ന ഒരു ആർട്ടിക്കിളിൻ്റെ ഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. മനുഷ്യത്വവും മനുഷ്യരും അവരുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ മൂലപ്രമാണമായ പരിശുദ്ധ ഖുർആൻ, അതുപോലെ ഇസ്ലാമിൻ്റെ നിലപാട്, അതിന് ശരീഅത്തിൻ്റെ ആകത്തുക ഞാൻ ഓർമ്മപ്പെടുത്തി. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായി മതമാണ് മനുഷ്യത്വത്തെ നശിപ്പിക്കുന്നത്, മാനവൻ്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നത് എന്ന് പറയുന്നവർ റോൾ മോഡലായി കൊണ്ടു നടക്കുന്ന യുക്തിവാദി നേതാക്കളിൽ പ്രമുഖനായ ഒരാളുടെ ഒരു വാചകം, ആ ആർട്ടിക്കിളിൽ നിന്ന് ഒരു ഭാഗം ഞാൻ വായിക്കുകയാണ്. ഹീസ് എ ഫിലോസഫർ, തത്വചിന്തകനാണ് ഇദ്ദേഹം. ഹൂ ഈറ്റ്സ് നോ മീറ്റ് ഓർ ഡയറി, അദ്ദേഹം പാലുൽപ്പന്നങ്ങളോ മത്സ്യങ്ങളോ ഇതൊന്നും കഴിക്കാറില്ല. അതൊന്നും തെറ്റാണെന്നെല്ലാം പറയുന്നത്, അതൊക്കെ ശരിയാണ്. അതേ സമയത്ത് അദ്ദേഹം ഹീ തിങ്ക്സ് എ ചിംപ് ഹാസ് മോർ റൈറ്റ് ടു എക്സിസ്റ്റ് ദാൻ എ പേഴ്സൺ. ഒരു ചിമ്പാൻസിക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം മനുഷ്യന് അത്രയും അവകാശമില്ല. ഒരു വ്യക്തിക്ക് ഒരു ചിമ്പാൻസിയുടെ റൈറ്റ് പോലും ഇവിടെ ജീവിക്കാൻ ഉള്ള ഇത് ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, വി ആർ നോ ബെറ്റർ ദാൻ അനിമൽസ്, നമ്മൾ മനുഷ്യവർഗം അത് മൃഗങ്ങളുടേക്കാൾ വലിയ പ്രത്യേകതയുള്ളവരൊന്നും അല്ല. അതോടൊപ്പം അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് പറയുകയാണ്, ആൻഡ് ദാറ്റ് കില്ലിങ് ബേബീസ് ക്യാൻ ബി ജസ്റ്റിഫൈഡ്. കുട്ടികളെ മനുഷ്യ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് അത്രയൊന്നും കുറ്റകരമായ കാര്യമോ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നുമല്ല എന്ന് പറഞ്ഞത് നീണ്ടുപോവുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത പങ്കുവെക്കുന്നതോട് അദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തെ സംബന്ധിച്ച് റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്നത് ഏറ്റവും നല്ല റോൾ മോഡൽ യുക്തിവാദിയാണ് എന്നാണ്. ഇങ്ങനെ എല്ലാവരും അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നു. ഇത് ഒരാളുടെ കഥയാണ്. അങ്ങനെ പറയുമ്പോൾ ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, യുക്തിവാദികളുടെ നേതാക്കളായ റിച്ചാർഡ് ഡോക്കിൻസ്, ബ്രയാൻ കോക്സ്, സൽമാൻ റുഷ്ദി, സ്റ്റീഫൻ ഫ്രൈ തുടങ്ങിയവരൊക്കെ അംഗങ്ങളായ ഒരു സംഘടന, അവർ ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ന്യൂ ഹ്യൂമനിസ്റ്റ് UK എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടനയുടെ പ്രധാന അംഗങ്ങളാണ്. അവരുടെ പ്രധാന പ്രവർത്തനമായിട്ട് എണ്ണിപ്പറയുന്നത്
അവരാവശ്യമായിട്ട് നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആവശ്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് പറയുന്നത് ഗർഭഛിദ്രാവകാശങ്ങൾക്കായി ക്യാമ്പയിന് സംഘടിപ്പിക്കാൻ, കുഞ്ഞുങ്ങളുടെ മനുഷ്യരുടെ ജന്മാവകാശത്തെ തന്നെ ഹനിക്കുന്ന, എന്നിട്ട് അവർ ഹ്യൂമനിസ്റ്റ് സംഘടനയിൽ അംഗങ്ങളുമാണ്. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളാണ് ലിബറലിസത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ യുക്തിചിന്തയുടെ പേരിൽ, സ്വതന്ത്ര ചിന്തയുടെ പേരിൽ മതം മനുഷ്യത്വത്തിനെ ഹനിക്കുന്നു എന്നും മനുഷ്യ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു എന്നും പറയുന്നവരുടെ ഭാഗത്ത് മനുഷ്യനോടുള്ള അവരുടെ നിലപാടുകൾ ഇതാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞു, വലക്കത് കറംനാ ബനി ആദം, മനുഷ്യ സമൂഹത്തെ പടച്ച തമ്പുരാൻ, ദൈവം തമ്പുരാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്ക്, ഞാൻ രണ്ടാമത് പറഞ്ഞു, ഇസ്ലാമിലെ ജീവൻ്റെ സംരക്ഷണം, ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ് നിസ്കാരം, നോമ്പ്, ഹജ്ജ് പോലുള്ള കർമ്മങ്ങളൊക്കെ. ആ കർമ്മങ്ങളൊക്കെ എപ്പോഴാണ് ആരാധന എന്ന പേരിൽ കൂലി ലഭിക്കുന്നത്? മനുഷ്യജീവന് അപകടമില്ലാത്തപ്പോഴാണ്. മനിസ്തത്താമിൻകുമിലൈ സബീല, ഹജ്ജ് നിർബന്ധമാകുന്നത് തന്നെ അവർക്ക് ആരോഗ്യമുണ്ടെങ്കിലാണ്. അതുപോലെ തന്നെ വിദൂര സാധ്യത അപകടമുണ്ടെങ്കിൽ വരെ ആ ആരാധനയ്ക്ക് വേണ്ടി പോകാൻ പാടില്ലെന്നതാണ്. മറ്റൊന്ന് കാണാം, ഫമൻകാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. വ്രതം അത് റമദാനിൽ നിർബന്ധമാണ്. പക്ഷെ ആർക്കാണ് നിർബന്ധമാകുന്നത്? ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലാണ് മുത്തീൻ, അതിന് ആരോഗ്യപരമായി ശേഷിയുള്ളവർക്ക് വ്രതം നിർബന്ധമുള്ളൂ എന്നല്ല. ഫമൻകാന മിൻകും മരീദ, ചെറിയ രോഗമുണ്ടെങ്കിൽ തന്നെയും അവരാ സന്ദർഭത്തിൽ അത് നോക്കേണ്ടതില്ല. പൂർണ്ണ ആരോഗ്യവന്മാരായതിനു ശേഷം പിന്നീട് നോറ്റ് വീട്ടിയാൽ മതി. ഇങ്ങനെ ഇസ്ലാമിലെ ആരാധനകൾ, ഞാൻ ഇത് പ്രത്യേകം പറയുന്നത്, ഇപ്പോൾ അടുത്ത് നോമ്പ് നോറ്റുകൊണ്ട് ഒരു കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞ് ഈ ആരാധന ഇസ്ലാമിക നിയമത്തിനെ കൊച്ചാക്കാൻ വേണ്ടി ചിലർ പോസ്റ്റ് ഇടുന്നത് കണ്ടു. മുലപ്പാൽ കുടിച്ച് തൊണ്ടയിൽ കെട്ടി മരിച്ചു എന്ന് വാർത്ത വരാറുണ്ട്. അവിടെ മുലപ്പാൽ കൊടുക്കുന്നത് കുറ്റകരമാണെന്നാരും പറയാറില്ല. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. ട്രെയിൻ തട്ടി മരിക്കുന്നുണ്ട്, ബസ് അപകടങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട് ട്രെയിൻ യാത്ര പാടില്ല, ബസ് യാത്ര പാടില്ല, ആരും പറയുന്നില്ല. അത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫമൻകാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. അതുപോലെ പാൻഡമിക് കാലത്ത് ആരാധന ഇസ്ലാം, അവിടെ ഇന്ന് ഇപ്പോൾ 30 ലക്ഷം ആളുകൾ 35 ലക്ഷം ആളുകളൊക്കെ ഈ റമദാനിന് കഅബയെ തവാഫ് ചെയ്തു എന്ന് പറയുന്നു. അതേസമയത്ത് പാൻഡമിക് കാലത്ത് കോവിഡ്-19 കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്തില്ല, എന്തുകൊണ്ട് നിസ്കരിച്ചില്ല, ജമാഅത്തിന് പോയില്ല? അവിടെ മതത്തിൻ്റെ നിയമം തന്നെ ഇങ്ങനെ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ ജീവഹാനി വരുത്തുന്നതോ പ്രയാസപ്പെടുത്തുന്നതോ അങ്ങോട്ട് പോകാൻ പാടില്ല. ഇതാണ് അവിടെ ആരാധന. വീട്ടിലിരിക്കലാണ് ആരാധന, പോകലല്ല ആരാധന. അപ്പം അന്ന് നിങ്ങൾക്ക് ആരാധന ഇല്ലല്ലോ, അന്ന് ദൈവമില്ലല്ലോ, ദൈവം എവിടെ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. അതിന് മറുപടിയാണ്, ഇസ്ലാമിൻ്റെ നിയമം തന്നെ ജീവഹാനി വരുത്തുന്ന, അല്ലെങ്കിൽ സമീപഭാവിയിലോ വിദൂര ഭാവിയിലോ ജീവന് അപകടം വരുന്ന മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ആരാധന അങ്ങോട്ട് പോകാതിരിക്കലാണ് എന്നുള്ളതാണ് ആരാധന. അതുപോലെ രണ്ടാമത്തെ കാര്യം ഞാൻ ഒന്നും കൂടി പറയാം. മനുഷ്യജീവന് എത്രമാത്രം ഇസ്ലാം വില കൽപ്പിക്കുന്നു, മനുഷ്യത്വവുമായി എത്ര കണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഒട്ടി നിൽക്കുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം പറയാം. നിസ്കാരമെന്ന് പറയുന്ന പ്രധാനപ്പെട്ട കർമ്മം, ആ കർമ്മത്തിന് അംഗശുദ്ധി വരുത്തുക, വുളു എന്നാണ് സാങ്കേതിക ഭാഷയിൽ പറയുക. അംഗസ്നാനം നിർബന്ധമാണ്, ഷർത്ത് നിബന്ധനയാണ്. അതേ സമയത്ത് ഒരാളുടെ കയ്യിൽ വെള്ളമില്ല, വെള്ളം വാങ്ങാനില്ല, അല്പം ക്യാഷുണ്ട്. ആ ക്യാഷ് കൊണ്ട് അദ്ദേഹം വെള്ളം വാങ്ങി അംഗസ്നാനം ചെയ്ത് അള്ളാഹുവിന് നിസ്കരിച്ചാൽ സ്വർഗം കിട്ടും. പക്ഷേ അവിടെ ഒരു മസാല പറയുന്നു, ഒരു നിയമം വെക്കുന്നു. അപ്പുറത്ത് ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന് ദാഹിക്കുന്നുണ്ട്. ഈ ക്യാഷ് കൊണ്ട് ഇവൻ വെള്ളം വാങ്ങി അംഗസ്നാനം ചെയ്ത് നിസ്കരിച്ചാൽ ആ മനുഷ്യൻ ബുദ്ധിമുട്ടായി പോകും എന്ന് കണ്ടാൽ ഈ ക്യാഷ് കൊണ്ട് വെള്ളം വാങ്ങി ആ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താനും അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ അകറ്റാനും ഈ ക്യാഷ് ഉപയോഗിക്കണം എന്നും, മറിച്ച് അതുകൊണ്ട് വെള്ളം വാങ്ങി വുളൂ ചെയ്തുകൊണ്ട് നിസ്കരിച്ചാൽ നരകമാണെന്നുമാണ്, ഹറാം നിഷിദ്ധമാണെന്നുമാണ് ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമം. ഞാൻ ഒന്നുകൂടി താഴ്ന്നു പറയുന്നു, ഒരാളുടെ കയ്യിൽ ഈ ക്യാഷിൽ അല്പം വെള്ളമുണ്ട്, ആ വെള്ളം കൊണ്ട് അദ്ദേഹം വുളൂ എടുത്ത് നിസ്കരിച്ചാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന് വിശപ്പ് കൊണ്ട് ബുദ്ധിമുട്ടും. ആ മനുഷ്യൻ്റെ മതമേതാണെന്ന് ചോദ്യമില്ല, വലൗ കാഫിറൻ. അത്തരം ആളുകൾക്ക് ആ വെള്ളം കൊടുത്ത് അവൻ്റെ ജീവനെ സംരക്ഷിക്കണം. അതാണ് സ്വർഗം ലബ്ധിക്കും ദൈവപ്രീതിക്കും കാരണമെന്ന് ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമമാണ് ഈ പറയുന്നത്. ഇതാണ് ഹലാല് ഹറാമ് എന്ന് പറയുന്നത്. ഇപ്പോൾ പലരും ഹലാല് ഹറാമ് എന്ന് അറിയാതെ അതുമായി ബന്ധപ്പെട്ട് ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്നുണ്ട്.
അവിടെ ഹലാലെന്ന് പറയുന്നത് ഈ മനുഷ്യന് വെള്ളം കൊടുത്ത്, ഇനി ഒന്നുകൂടി താഴ്ത്തി പറ, ജീവൻ്റെ സംരക്ഷണം എന്ന് പറയുമ്പോൾ മനുഷ്യജീവൻ മാത്രമല്ല, ഒരു മൃഗമാണ് ആ ദാഹിക്കുന്നത് എങ്കിൽ ആ മൃഗം തൊട്ടാൽ 7 വട്ടം കഴുകണമെന്ന് ഇസ്ലാമിക വിശ്വാസപ്രകാരം ഐനുൻ നജസ്, മ്ലേച്ഛമെന്ന് നമ്മൾ പറയുന്ന നായയാണെങ്കിലും ആ നായക്ക് വെള്ളം കൊടുത്ത് ഇവൻ പൊടിമണ്ണെടുത്ത് തയമ്മൂം ചെയ്ത് നിസ്കരിക്കണം. അല്ലാതിരുന്നാൽ ആ നായ വിഷമിച്ചു പോകുന്ന, ജീവൻ അപായപ്പെടുത്തുന്ന രീതിയിൽ ഈ കാശ് കൊണ്ട് അല്ലെങ്കിൽ ഈ വെള്ളം കൊണ്ട് ഇവൻ ഒളു കൊടുത്ത് നിസ്കരിച്ചാൽ ഇവന് നരകമാണ്. ഇതാണ് ഇസ്ലാമിക ശരീഅത്തിൻ്റെ മാനവികതയുടെ ഏത് മാപ്പിന് വെച്ചാണ് ഇതൊക്കെ അളക്കുക. ഇനി ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഹിഫ്ദുൽ അഖ്ൽ ഇസ്ലാം മഖാസിദ് ശരിയയിൽപ്പെട്ട രണ്ടാമത്തത് ദിശയുടെ സംരക്ഷണമാണ്. ഇതര ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യതിരക്തനാക്കുന്ന ഈ തിരിച്ചറിവ് എന്ന് പറയുന്ന ഈ വിശേഷണം, അതിനെ നശിപ്പിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതാണ് മദ്യ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഇസ്ലാമിക ശരീഅത്തിലും പാടില്ലെന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിയെ, അവൻ്റെ പുരോഗതിക്ക് തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇസ്ലാം മനുഷ്യരുടെ പുരോഗതിയുമായി ഒട്ടി നിൽക്കുന്ന നിയമങ്ങളായതുകൊണ്ട് പറയാതെ വയ്യാതെ ഹറാമാണെന്ന്, നിഷിദ്ധമാണ് എന്നും. സീറു ഫിൽ അർള് ഫൻളുറു കൈഫ ബദഅൽ ഖൽഖ് അഫലാ തദക്കറൂൻ. ഖുർആനിൽ പലയിടത്തായി ഇങ്ങനെ കാണാം. ദിശണയെ ഉദ്ദീപിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് ഒന്നിരിക്കൽ നിർബന്ധമായിട്ടോ അല്ലെങ്കിൽ ഐച്ഛികമായിട്ടോ ഖുർആൻ, ഇസ്ലാമിക ശരീഅത്ത് നിയമം അത് നടപ്പാക്കി കളയും. ഒന്നിരിക്കൽ നിർബന്ധമായിട്ട് വേണ്ടി വരും. മനുഷ്യ ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കുന്ന കാര്യങ്ങൾ, ജ്ഞാന സ്രോതസ്സുകൾ, അത് പലതായിട്ട് പറയപ്പെടുന്നുണ്ട് ഖുർആൻ. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഹിഫ്ദുൽ അഖ്ൽ, മനുഷ്യൻ്റെ ദിശണയെ, മനുഷ്യത്വത്തെ തകർക്കുന്നതൊക്കെ നിഷിദ്ധവും അതിനെ ഉദ്ദീപിപ്പിക്കുന്നതൊക്കെ ഒന്നിരിക്കൽ നിർബന്ധമോ അല്ലെങ്കിൽ സുന്നത്തോ അഥവാ അനിവാര്യമായതോ ഐച്ഛികമായതോ ആയിട്ട് നിലനിർത്തുന്നു. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടത് നേടിയെടുക്കാനുള്ളതാണ് പണം. ഹിഫ്ദുൽ മാൽ, ഇസ്ലാമിക ശരീഅത്തിൻ്റെ 4/1 ഭാഗം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കാണ് നീക്കിവെച്ചിരിക്കുന്നത്. ഈ ഹിഫ്ദുൽ മാൽ എന്ന് പറഞ്ഞാൽ ജീവിതോപാധിക്ക് ആവശ്യമായ പണം, അത് എങ്ങനെയൊക്കെ സമ്പാദിക്കാം, എങ്ങനെയൊക്കെ വ്യയം ചെയ്യണം. ബിസിനസ്സുകളുടെ ഒരു ശൃംഖല തന്നെ ഇസ്ലാമിക ശരീഅത്തിൽ കാണാം. മനുഷ്യൻ്റെ പുരോഗതിക്ക് ആവശ്യമായ ഈ പണവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ ഒരു ഉദാഹരണം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ ഇല്ലാ അൻ തകൂന തിജാറ അൻ തറാദിൻ മിൻകും. നിങ്ങൾ ബിസിനസ്സിലൂടെ അല്ലാതെ അഹിതമായിട്ട് പണം സമ്പാദിക്കാൻ പാടില്ല. മറ്റൊരു സ്ഥലത്ത് കാണാൻ ലാ തുതു സുഫഹാ അംവാലക്കും, കാര്യബോധമില്ലാത്തവരുടെ കയ്യിൽ നിങ്ങളുടെ പണം കൊടുക്കാൻ പാടില്ല. അല്ലത്തി ജഅലല്ലാഹു ഖിയാമ, അത് മനുഷ്യരുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ട് അല്ലാഹു തആല നൽകിയതാണ്. ഇത് ഹിഫ്ദുൽ മാലുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊരു വിഷയം പറയുന്നത് ഹിഫ്ദുൻ നസ്ലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു തലമുറകളുടെ സംരക്ഷണം, അതിവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മാനവ വിഭവശേഷി നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് ചില കർശനമായ ഉപാധികൾ ലൈംഗിക ശുദ്ധിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ശരീഅത്ത് മുന്നോട്ട് വെക്കുന്നത് കാണാം. അത് ഇന്ന് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. നിക്കാഹ് മുനാക്കഹത്ത് എന്ന് പറയുന്ന എതിർലിംഗവുമായിട്ട് നിയതമായ മാർഗത്തിലൂടെയുള്ള ആ ഒരു സംഗമമാണ് ഇസ്ലാമിക ശരീഅത്ത് ഈ ഹിഫ്ദുൻ നസ്ലിൻ്റെ ഭാഗമായിട്ട് മനുഷ്യരോട് പറയുന്നത്. അതേ സമയത്ത് അതിനെ പ്രോത്സാഹിപ്പിച്ചതും കാണാം. മൻ തദവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റദ സുലുസൈ ദീനി. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അതേ സമയത്ത് ഇതിന് വിരുദ്ധമായിട്ട് ഈ ഭദ്രമായ കുടുംബ സംവിധാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം വന്ന ലെസ്ബിയൻസ്, അതുപോലെ തന്നെ ഗേ തുടങ്ങിയ ഒരു മാർഗങ്ങൾ 1960കളിലൊക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ട് അത് പുറന്തള്ളി നിൽക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളൊക്കെ എന്ന് വാർത്താ മീഡിയ ശ്രദ്ധിക്കുന്നവർക്കൊക്കെ അറിയാം. 3 രാജ്യങ്ങളെ ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. ജപ്പാൻ, അതുപോലെ തന്നെ കൊറിയ, ചൈന. അവിടുത്തെ പ്രസിഡന്റുമാർ, ഭരണാധികാരികൾ അവിടെയുള്ള സഹോദരിമാരെ, ഉമ്മമാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവിടുത്തെ പ്രസിഡന്റ്, ചൈനയുടെ പ്രസിഡന്റൊക്കെ വളരെ വിങ്ങിപ്പൊട്ട് വികാരാധീനായി പറഞ്ഞത്, ഉമ്മമാരെ നിങ്ങൾ വീട്ടിലിരിക്കൂ, പ്രസവിക്കൂ, നിങ്ങൾക്ക് ഗവൺമെൻറ് ഉദ്യോഗം തരാം, ജോലി തരാം എന്നാണ്. അങ്ങനെ ചൈന പറയുന്നു, കൊറിയ പറയുന്നു, ജപ്പാൻ പറയുന്നു. അവിടെ മാനവ വിഭവശേഷിയുടെ കമ്മി അത്രയുമാണ്. എല്ലാം ഫാക്ടറികളിൽ ജോലിയെടുക്കാൻ ആളുകളില്ല. അതുപോലെ സാമ്പത്തിക രംഗം അത് സക്രിയമാവണമെങ്കിൽ യുവാക്കൾ വേണം.
അതിനാളുകളില്ല. ഇങ്ങനെ വന്നപ്പോൾ പരിഹാരം എന്താണ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അതേ അവസ്ഥയിലേക്കുള്ള മടക്കം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ശരീഅത്തിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ, അതിൻ്റെ ഹിക്മത്തുകൾ അഥവാ അതിൻ്റെ ലക്ഷ്യങ്ങൾ, അത് പൂർണ്ണാർത്ഥത്തിൽ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഇസ്ലാം മാനവീയമെന്നുള്ള വിഷയം നമ്മൾ പറയാൻ തിരഞ്ഞെടുത്തത് എന്ന് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്നുകൂടി പറയുന്നത് ഹിഫ്ളുദ്ദീൻ, അഞ്ചാമത്തെ ലക്ഷ്യം ഹിഫ്ളുദ്ദീൻ എന്നുള്ളതാണ്. അഥവാ നിയമങ്ങളുടെ സംരക്ഷണം. നിയമങ്ങളൊന്നും വേണ്ട, ഞാൻ മൈ ബോഡി മൈ ചോയ്സ്, മൈ ലൈഫ് മൈ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമവും ഞാൻ അംഗീകരിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ആളുകൾ എത്തിപ്പെട്ടാൽ എന്താകും സ്ഥിതി? റോട്ടിലൊരു സ്കൂട്ടി ഇറക്കുകയാണ്, ഞാൻ ലൈസൻസ് വേണ്ട, ഹെൽമെറ്റ് ധരിക്കില്ല, റെഡ് സിഗ്നൽ അത് ഞാൻ അംഗീകരിക്കില്ല, മൈ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് വണ്ടി കിട്ടിയാൽ എന്താകും അവസ്ഥ? എവിടേക്കാവും ഈ സമൂഹം പോവുക? അതുകൊണ്ട് തന്നെ പിന്നെ നിയമങ്ങൾ അത് ഒരു സ്വച്ഛന്തമായ ശാന്തിക്കും സമാധാനത്തോടെയും മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമാണ്. നിങ്ങൾ നോക്ക്, ഞാനൊരു വണ്ടി വാങ്ങി, വണ്ടിയിൽ ഗിയർ കാണാം, അതുപോലെ തന്നെ അതിന് ബ്രേക്ക് കാണാം. എന്ത് ബ്രേക്കുള്ള വണ്ടി ഞാൻ ഓട്ടില്ല എന്ന് പറയാം. ബ്രേക്ക് ഉണ്ടായത് കൊണ്ടാണ് വണ്ടി ഓടുന്നത്, അല്ലെങ്കിൽ വണ്ടി ഓടില്ല, അത് ഓടെങ്കിലും പോയിട്ട് മറിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആവശ്യമാണ്. എന്തിനാ ലോ കോളേജുകൾ നമ്മുടെ രാജ്യത്ത്? എന്തിനാ നീതിപീഠങ്ങൾ നമ്മുടെ രാജ്യത്ത്? നിയമപാലകരെന്തിനാ നമ്മുടെ രാജ്യത്ത്? അപ്പോൾ നിയമമില്ലാത്ത ഒരു ലോകം എന്ന് പറയുന്നത് അത് ഈ ഭൗതിക ലോകത്ത് ചിന്തിക്കാൻ പറ്റുന്നതല്ല, മണ്ടത്തരമാണത്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇതിൽ വീണിട്ട് ചില യുവാക്കൾ അതുപോലെ തന്നെ യുവതികൾ ഞാനൊരു നിയമം അംഗീകരിക്കില്ല, ഇങ്ങനെ നിയമങ്ങളെ കൊണ്ട് വരിഞ്ഞു മുറുക്കുന്നത് കൊണ്ട് അതെടുത്ത് ചാടുകയാണ്. ഇസ്ലാം മാനവികതക്കെതിരാണ്, ഇസ്ലാം മനുഷ്യത്വത്തിനെതിരാണ്, നിയമങ്ങളെ കൊണ്ട് വരിഞ്ഞു മുറുക്കുകയാണ് എന്ന് പറയുന്നവർ നേരത്തെ പറഞ്ഞ സ്കൂട്ടി ഇങ്ങനെ ഓട്ടുവോ? നിയമമല്ലേ എവിടെയും കിടക്കുന്നത്? നിയമമില്ലാത്ത ലോകം എവിടെയാണ്? അപ്പം അതുകൊണ്ട് തന്നെ നിയമമെന്ന് പറയുന്നത് അത് മാനവിക പുരോഗതിക്കെതിരല്ല, മനുഷ്യൻ്റെ സ്വച്ഛന്തമായ പുരോഗതിക്ക് ആവശ്യമാണ് ഈ നിയമങ്ങളെന്നാണ് നമ്മുടെ ബുദ്ധി പറയുന്നത്. മറ്റത് ബുദ്ധിക്ക് വിരുദ്ധമാണ്. ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും പലർക്കും ചിലപ്പോൾ മനസ്സിൽ വരും, ഇങ്ങനെ ഇത്രമാത്രം മാനുഷിക മൂല്യങ്ങളെ പരിഗണിക്കുന്ന മതം. അവിടെ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയുന്നു. കുറേ യുദ്ധങ്ങൾ അനിവാര്യതയുടെ ഭാഗമായിട്ട് നടന്ന പ്രതിരോധ സമരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈ മനുഷ്യത്വത്തെ ഈ പറയുന്നതിനൊക്കെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന പലരുമുണ്ട്. യുദ്ധമെന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം. ഇന്ത്യയും അതുപോലെ മറ്റ് രാജ്യങ്ങളും തമ്മിൽ പലപ്പോഴും സംഘടനകൾ നടത്തിയിട്ടുണ്ട്. അനിവാര്യതയുടെ സൃഷ്ടിയാണ്. ഒരു രാജ്യത്തെ പൗരന്മാരെയും ഒരു രാഷ്ട്രത്തെയും സംരക്ഷിക്കാൻ മിലിറ്ററി വേണം, അതിനുള്ള ഫണ്ടുകൾ വേണം, അതിനുള്ള നിയമങ്ങൾ വേണം, യുദ്ധ നിയമങ്ങൾ ഉണ്ടാകും. ആ യുദ്ധ നിയമങ്ങൾക്ക് ആ യുദ്ധം ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള പല പ്രോത്സാഹനങ്ങളും ഉണ്ടാകും. ഇതൊക്കെ ഒരു സമൂഹത്തിൻ്റെ നിയന്ത്രണത്തിനും നിലനിൽപ്പിനും ആവശ്യമായ സംഗതിയാണ്. അതേ സമയത്ത് മക്കയിൽ മദീനയിൽ ബദറിൽ നടന്ന ഒരു യുദ്ധം കഴിഞ്ഞ് ശത്രുക്കളെ കൊല്ലാൻ വന്ന ശത്രുക്കളെ അവരെ പിടിച്ച് ബന്ദികളായി പിടിച്ച് മദീനയിലേക്ക് പോയ ഒരു യാത്രാ സംഘമുണ്ട്. മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാർ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവരെ നിങ്ങൾ കൊണ്ടുപോകുമ്പം നമ്മുടെ അടുക്കലാണ് അവരുടെ അവകാശം, മനുഷ്യാവകാശം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അവരെ വാഹനത്തിലിരുത്തി നിങ്ങൾ നടക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട പ്രവാചകരുടെ അനുചരന്മാർ ഈ കൊല്ലാൻ വന്ന ശത്രുക്കളെ ഒട്ടകപ്പുറത്തിരുത്തി ആ ഒട്ടകങ്ങളുടെ കടിഞ്ഞാൻ പിടിച്ച് നഗ്നപാതരായി ചുട്ടുവള്ളുന്ന മണാരണ്യത്തിലൂടെ 200 കിലോമീറ്റർ മദീനയിലേക്ക് നടന്നുപോയ ഒരു യാത്രാ സംഘം ചരിത്രത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് ബദരീങ്ങളാണ്, ഇസ്ലാമിൻ്റെ ആദ്യകാല നേതൃത്വമാണ്. അത് മനസ്സിലാക്കി മനുഷ്യാവകാശങ്ങളെ എത്ര കണ്ടാണ് ഇസ്ലാം അത് ശ്രദ്ധിക്കുന്നത് എന്നും അത് പരിപാലിക്കണമെന്നും അത് ജാഗ്രതയോടുകൂടെ നോക്കിക്കാണണമെന്ന് പഠിപ്പിക്കുന്നത്. മൊത്തത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്വമാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ മാനവികമാണ്. രണ്ടും 100% എന്ന് കൂട്ടി പര്യായ പദങ്ങളായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയും കൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.